മധ്യതിരുവിതാംഗം മലയാളികൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു, അച്ചായ ജീവനുണ്ടെങ്കിൽ നമുക്ക് മധ്യതിരുവിതാംഗം ഏർപ്പെട്ട് വരണം. ആറന്മുള വരണമെന്ന് അവർ പറയുന്നു. ഞാനൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ, കേരളത്തിൽ ജനിച്ചു വന്നതാണ്, ഞാനൊരു പ്രവാസിയാണ്. ഒരു പ്രവാസി, അമേരിക്കയിൽ നിന്ന് 1980 കേരളത്തിൽ വന്ന ഒരു പ്രവാസിയാണ് ഞാൻ. മുളച്ചു വന്ന കൊച്ചിയർക്കനല്ല, 80 വയസ്സുണ്ട്. ഈ വാർത്ത കണ്ടപ്പോൾ മുഴുവൻ ലോകത്തെ മലയാളികൾ, മധ്യതിരുവിതാംഗം മലയാളികൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു, അച്ചായ ജീവനുണ്ടെങ്കിൽ നമുക്ക് മധ്യതിരുവിതാംഗം ഏർപ്പെട്ട് വരണം. ആറന്മുള വരണമെന്ന് അവർ പറയുന്നു. അങ്ങ് ചെല്ല്, ഇവിടുത്തെ എല്ലാ പുള്ളികളും അങ്ങ് ചെല്ലുമല്ലോ. എല്ലാവരും ചെല്ലുമ്പോൾ കിടക്കാൻ ചെല്ലുന്നത് എവിടെട്ടാ? അമേരിക്ക അവൻ്റെ വീട്ടിലാണ്. അവിടുത്തെ മോനെ ഞാൻ റെഡി, ഇനി വന്നാ മതി. ഇവിടെ വരുമ്പോൾ കണ്ടുമില്ല കേട്ടുമില്ല. പറയട്ടെ മതി, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വലിയ ആത്മവിശ്വാസമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്തുണയുണ്ടാവും. MP ഉണ്ട്, MLA ഉണ്ട്, ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. ആ വിശ്വാസം നീ അവരോട് ചോദിച്ചേ, ഞാനല്ലല്ലോ പറയേണ്ടത്. MP യോട് എനിക്ക് വിശ്വാസമല്ല. ഞാൻ 15 കൊല്ലമായില്ല പറയല്ലോ, ഉമ്മൻചാണ്ടി കൊണ്ടുവന്നല്ലേ. ആ വിശ്വാസം എന്റെ പോയി. എന്താണെന്നറിയാമോ? ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നു, അതിനെ കടക്കെ കത്തിവെച്ചു. അത് കഴിഞ്ഞ് 10 കൊല്ലം വെറുതെ നടന്നു. ഇപ്പൊ ഒരു പാവം VD സതീശൻ വന്ന കസേരയിലോട്ട് ഇരിക്കുന്ന മുമ്പ് എയർപോർട്ട് വേണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ MP എയർപോർട്ട് ഉണ്ടാക്കാനും ഇല്ലെങ്കിലും അയാൾ കേരളത്തിൽ പത്തനംതിട്ടയിലെ MP ആയിരിക്കും എന്നും. അയാളുടെ വീട്ടുകാർ എതിർത്താൽ പോലും അയാളായിരിക്കും MP. അത്ര മാത്രം ഹീസ് പവർഫുൾ ടു പബ്ലിക് ഒപ്പീനിയനിൽ അയാളെ എന്താ അയാളെ ഇതുണ്ടല്ലോ, ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം വന്ന അബിൻ ഞങ്ങളൊന്ന് ഓടി വന്നിവിടെ നിന്നു. എയർപോർട്ട് പറഞ്ഞുകൊണ്ടാണ് അവനും ജയിച്ചതെന്നും പറയുന്നു. കുമ്മനം രാജശേഖരനും പറഞ്ഞു, ഞാൻ വന്നാൽ ആറന്മുള വികസനം എയർപോർട്ടാണ് കൊണ്ടുവന്നു. അല്ലല്ല, ഇപ്പം ഇലക്ഷൻ നിന്നപ്പം പറഞ്ഞതാ. ഇലക്ഷൻ നിന്നപ്പോൾ അവിടെ മൈക്കൂടെ പറയും, ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു, അച്ചായിക്ക് നാണമില്ല വെച്ചാ നമ്മളെ എതിർത്തവനല്ലേ എന്ന്. ഓട്ടോറിക്ഷക്കാർ ഓട്ടോയിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. എന്ത് ഭൂമി കച്ചവടം മോനെ? എന്ത് ഭൂമി കച്ചവടം മോനെ? ഈ തവള പോലും കയറാത്ത ആറന്മുള പുഞ്ചു കൊടുത്ത് ഏതവനാ എടുക്കുന്നത്? നിങ്ങളെ എടുത്തു വേണേല്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ 400 ഏക്കർ സ്ഥലം കേരള ഗവൺമെന്റ് വന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കും, ഒരു പൈസ വേണ്ട. പിന്നെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില ഒരു ഭൂമി എടുക്കും കൊടുക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എയർപോർട്ട് ആയിരിക്കണം. എയർപോർട്ട് അല്ലാത്ത ഒരു പ്രോജക്റ്റിനും കൊടുക്കരുത്. കാരണം ഞങ്ങൾക്ക് എയർപോർട്ട് വന്നാൽ ഒരു എയർ സ്ട്രിപ്പ് അവിടെ കിട്ടും. അവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ആ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു എംപ്ലോയ്മെന്റ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ. ധാരാളം പ്രൈവറ്റ് എയർലൈൻ വരികയാണ്. നോക്കി നടക്കുക, പിള്ളേരെ കിട്ടാനില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു DGC കൊടുക്കത്തുമില്ല. ഈ കോളേജുകൾ നിർത്തിയവർ. അല്ല, ഈ ആവശ്യം ഇപ്പോൾ കൊടുമൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവര് മുഖ്യമന്ത്രിയെ കാണാൻ നിൽക്കുന്നുണ്ട് അവിടെ എയർപോർട്ടാണ്. അങ്ങനെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ കാണാനോ അങ്ങനെ? ഞാൻ ആരെയും കാണുന്നില്ല, എനിക്ക് ആരെയും കാണേണ്ട കാര്യമില്ല. ഏബ്രഹാം കലമണ്ണിൽ എന്ന് പറയുമ്പോഴും ആറന്മുള എയർപോർട്ട് എന്ന് പറയുന്നതും മുഖ്യമന്ത്രിയും പറയാം, നയനാർക്കറിയാം, അച്യുതാനന്ദനറിയാം, പിണറായിക്കറിയാം, ഉമ്മൻചാണ്ടിക്കറിയാം. ഇനി VD സത്യത്തിന് ഇത് കേട്ട് കഴിഞ്ഞു. ഇനി ഞാൻ പോയി പറയണോ? എന്നെ അങ്ങനെയൊന്നും പറഞ്ഞു ഇനിയും ആരും പരിചയപ്പെടുത്തണ്ട. കാരണം ഞാൻ പ്രവാസിയാണ്. കേരളത്തിൽ എയർപോർട്ട് ഉണ്ടാകണമെന്ന് മധ്യതിരുവിതാംഗം, എനിക്ക് എവിടെയെങ്കിലും എയർപോർട്ട് വേണ്ട. കൊടുമണ്ണും ഞാൻ MLA അല്ല, എനിക്ക് വേണ്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ, പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചു. ഞാൻ ആരാ മോനെ? ഞാൻ പേരയിൽ പറയുന്ന പോലെ എനിക്ക് പറയേണ്ട അവകാശമുണ്ടോ, ആവശ്യമുണ്ടോ? ജനപ്രതിനിധികളില്ലേ, നിങ്ങൾ അവരോട് ചോദ്യം എന്നോടാണ് ചോദിക്കേണ്ടത്.